ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ ചോട്ടി ഡോംഗർ ഗ്രാമത്തിൽ ഏപ്രിൽ 19 ചേർന്ന ഗ്രാമസഭാ യോഗത്തിലാണ് വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു വിചിത്ര തീരുമാനമുണ്ടായത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിലെ വർധനവ് ഗ്രാമത്തിന്റെ സാംസ്കാരിക ഐക്യത്തെയും സാമൂഹിക ഘടനയെയും ബാധിക്കുന്നുവെന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടത്. ഏകദേശം 1000-ഓളം ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ മതം മാറിയവർ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് ആവശ്യം. ഘർ വാപസി എന്ന പേരിട്ടിരിക്കുന്ന ചടങ്ങിലൂടെ പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങാൻ ഗ്രാമസഭ നിർദ്ദേശം നൽകി. തദ്ദേശീയ ഗോത്ര സംഘടനകളുടെ കൂട്ടായ്മയായ സർവ്വ ആദിവാസി സമാജ് ഈ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. മതം മാറിയവർ ഏപ്രിൽ 30-നകം ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് ഗ്രാമസഭയുടെ അന്ത്യശാസനം. നിശ്ചിത സമയത്തിനകം തീരുമാനം അംഗീകരിക്കാത്തവർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാമെന്നും ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് നിയമ നടപടികൾ ആരംഭിക്കാമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഭൂരിഭാഗം ആളുകളും ഇത് നിരസിക്കുകയാണ്. നിരസിക്കുന്നവർ ഭീതിയോടെയാണ് കഴിയുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സംഘർഷ സാധ്യത ഉയരുന്നതിനാൽ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിഷയം അതീവ സൂക്ഷ്മമാണെന്നും പൊതുശാന്തി തകരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഗോത്രവിഭാഗ ജനസംഖ്യ കൂടുതലുള്ള ഈ മേഖലയിലെ ക്രൈസ്തവർ നേരത്തെ തന്നെ സമ്മർദ്ദങ്ങളും സാമൂഹിക ബഹിഷ്കരണവും നേരിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2022 ഡിസംബറിൽ നാരായൺപൂർ, കൊണ്ടഗാവ് മേഖലകളിൽ നിന്നായി 1000-ഓളം ക്രൈസ്തവർ വീടുകൾ വിട്ട് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതായി വിവരങ്ങളുണ്ട്. ഇതിനിടെ അടുത്ത ദിവസങ്ങളിൽ പ്രദേശത്തെ 18 ഗ്രാമങ്ങളിലെ ചില ദേവാലയങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നീക്കവും ഗ്രാമസഭ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.